ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് സദാശിവൻ. ഞാൻ ഫയർ ആൻഡ് സേഫ്റ്റി ട്രെയിനറാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ബേസിക് സേഫ്റ്റി അവയർനെസ് അല്ലെങ്കിൽ സേഫ്റ്റിയെ പറ്റി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞേച്ച് ബേസിക് ഫയർ സേഫ്റ്റിയെ പറ്റി ഞാൻ പറഞ്ഞു. ആദ്യം ഒരു 10 വീഡിയോ സേഫ്റ്റിയെ പറ്റി ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ബേസിക് ഫയർ എങ്ങനെയാണ് എന്നതിനെപ്പറ്റി അതിൻ്റെ നോളജിനെ പറ്റി ഒരു വീഡിയോ തന്നിരുന്നു. അതിലിപ്പോൾ ഞാൻ 11 വീഡിയോ നിങ്ങൾക്ക് തന്നിരുന്നു. അതിൽ ലാസ്റ്റ് പറഞ്ഞത് ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഓപ്പറേഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ അതിനെപ്പറ്റിയാണ് പറഞ്ഞിരുന്നത്. നമ്മുടെ വീടുകളിലും അല്ലെങ്കിൽ നമ്മുടെ വർക്കിംഗ് ഏരിയയിലും ഒരു പോർട്ടബിൾ ഫയർ എക്സ്റ്റിങ്ക്വിഷർ നമുക്കുണ്ടെങ്കിൽ അത് എമർജൻസി കണ്ടീഷനിൽ എങ്ങനെയാണ് അത് ഓപ്പറേറ്റ് ചെയ്യണം, അതിൻ്റെ ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് എന്തെല്ലാം ഇൻസ്പെക്ഷൻ നടത്തണം എന്നതിനെ പറ്റിയൊക്കെയാണ് ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞിരുന്നത്. എന്നാൽ ഇനിയിപ്പോൾ ഞാൻ ആ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് വീണ്ടും റിപ്പീറ്റ് ചെയ്യണില്ല. എങ്കിലും ബേസിക്കായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ ആ പോയിൻ്റ് ഞാനൊന്ന് ജസ്റ്റ് റിമൈൻഡ് ചെയ്യണം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഈ ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കിന് പറയുന്നതാണ് പാസ്. ആദ്യമേ തന്നെ അതിനൊരു സേഫ്റ്റി പിൻ ഉണ്ടായിരിക്കും. ആ പിൻ പുള്ള് ചെയ്യുക, അതിനാണ് പറയുന്നത് പി പുൾ. അത് കഴിഞ്ഞേച്ച് എ എന്ന് പറഞ്ഞാൽ എയിം ദ ബേസ് ഓഫ് ദ ഫ്ലെയിം. ഹോസ് എടുത്തേച്ച് നമ്മൾ ഫ്ലെയിമിൻ്റെ ബേസിലേക്ക് നമ്മൾ എയിം ചെയ്യണം, വേറെ ഒരു സ്ഥലത്തേക്ക് പാടില്ല. അത് കഴിഞ്ഞ് സ്ക്യൂസ് എന്ന് പറഞ്ഞാൽ ഹാൻഡിൽ അതിൻ്റെ പ്രസ് ചെയ്യുക, അത് സ്വീപ്പ് ഒരു സ്ഥലത്ത് മാത്രമാവരുത്. ആ രീതിയിൽ വേണം ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഓപ്പറേഷൻ ചെയ്യാൻ. അതിനാണ് പറയുന്നത് പാസ് ടെക്നിക്. പിന്നെ ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് വേണ്ട രീതിയിലുള്ള ചെറിയ ഇൻസ്പെക്ഷൻ പതിയായിട്ട് പറഞ്ഞിരുന്നു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് അതിനകത്ത് സഫീഷ്യൻറ്റ് പ്രഷർ ഉണ്ടായിരിക്കണം. ആ പ്രഷർ ഗേജ് നിങ്ങൾ നോക്കിയിരിക്കണം. ഇത് ഞാൻ പറഞ്ഞിരുന്നു. അതിൽ ഗ്രീൻ സിഗ്നലാണെങ്കിൽ പ്രഷർ സഫീഷ്യൻ്റ് ആണ്. CO2 എക്സ്റ്റിങ്ക്വിഷർ ആണെങ്കിൽ അതിൽ പ്രഷർ ഗേജ് ഉണ്ടായിരിക്കില്ല. അതിൻ്റെ വെയിറ്റ് നോക്കിയിട്ടാണ് നമ്മൾ അത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് ബേസിക്കലി പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇന്ന് നമുക്ക് ഇനി വേറെ എന്തെല്ലാം ടൈപ്പ് ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെൻ്റ് ഉണ്ട് പോർട്ടബിളായിട്ട് നമ്മുടെ വീടുകളിൽ നമുക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ പറ്റാവുന്ന എന്തെല്ലാം ടൈപ്പ് ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെൻ്റാണ് അവൈലബിൾ ഉള്ളതിനെപ്പറ്റി ഒരു ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്ത് നോക്കികളെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതിലൊന്ന് ഫയർ ബ്ലാങ്കറ്റ്, പിന്നെ ഫയർ ബക്കറ്റ്, പിന്നെ ഫയർ ഹോസ്റ്റീൽ. ഇങ്ങനെ ഒരു 2-3 നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും നമ്മൾ സൈറ്റുകളിലൊക്കെ കാണുന്നതാണ്. അപ്പോൾ എന്തോന്നാണ് ഈ ഫയർ ബ്ലാങ്കറ്റ്? നമ്മൾ ബ്ലാങ്കറ്റിനെ പറ്റി കേട്ടിട്ടുണ്ട്, എല്ലാവർക്കും അറിയുകയും ചെയ്യാം. നമ്മൾ പുതയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണം ഒരു തുണിയും കൊണ്ടുള്ള സാധനമാണ്. അപ്പോൾ ഈ ഫയർ ബ്ലാങ്കറ്റ് എന്ന് പറഞ്ഞാൽ ഫയറിനെ പുതപ്പിക്കാനാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ മീനിങ്. അപ്പോൾ ഇത് സാധാരണ തുണികൾ ഫയറിൻ്റെ മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ കത്തിപ്പോകുമല്ലോ. അപ്പോൾ ഈ ഫയർ ബ്ലാങ്കറ്റ് എന്ന് പറഞ്ഞത് ഒരു പ്രത്യേക ടൈപ്പ് ഫയർ റെസിസ്റ്റൻറ്റ് മെറ്റീരിയൽസ്, അതായത് ഫൈബർ ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയേക്കണ ഒരു ബ്ലാങ്കറ്റാണ്. ഈ ബ്ലാങ്കറ്റ് സാധാരണഗതിയിൽ നമ്മൾ കിച്ചണിലും അതല്ലെങ്കിൽ ഫയർ കൂടുതൽ വരാനുള്ള ചാൻസ് ഉള്ള പെട്രോൾ പമ്പിലും ഒരു സാധാരണക്കാർക്ക് ഈ വളരെ ഈസി വേദിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഉപകരണമാണ് ഈ ഫയർ ബ്ലാങ്കറ്റ്. ഒരു ചെറിയ ബ്ലാങ്കറ്റ് പോലെ. അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് നമ്മളിപ്പോൾ കിച്ചണിൽ വർക്ക് ചെയ്യാമെന്ന് വിചാരിക്കാം. കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും കാരണവശാൽ ആ കുക്കിംഗ് ഓയിലിൽ ഫയർ വരികയാണെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും വെള്ളം ഒഴിക്കരുത്. ഈ ബ്ലാങ്കറ്റോടെ തന്നെ നമ്മൾ വലിച്ചു ഊരിയെടുക്കണം. അതിന് 2 പിന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്തേച്ച് ഒന്ന് നേരെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്ത ശരീരം കൊണ്ടുപോയി അത് അടുത്ത് കൊണ്ടുപോയി ഉടൻ തന്നെ കവർ ചെയ്യുക. കവർ ചെയ്ത് അതൊരു ഉദ്ദേശം ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റെങ്കിലും നമ്മളത് കവർ ചെയ്ത് വെച്ചിരിക്കുക. അതിനകത്തുള്ള ഫയർ കെടും. എന്തെങ്കിലും കിടന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജൻ ഉണ്ടായിരിക്കില്ല. ഓക്സിജൻ്റെ സ്മോത്തറിങ് ആക്ഷനാണ് അറിയാമോ, അത് നിങ്ങൾക്കറിയാമല്ലോ. ഓക്സിജൻ ഇല്ലാത്തൊരവസ്ഥ വന്ന് ആ ഫയർ കെട്ടുപോകും. അങ്ങനെ വേണ്ടിയിട്ടാണ് ഈ ഫയർ ബ്ലാങ്കറ്റ് ഉപയോഗിക്കണം. അതേപോലെ തന്നെ ചെറിയ തീയെ, വലിയ തീയൊന്നും പറ്റില്ല, ചെറിയ തീ ഏതെങ്കിലും പെട്രോൾ പമ്പിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഇല്ലെങ്കിൽ ഈ ഫയർ ബ്ലാങ്കറ്റ് ഉപയോഗിച്ച് നമുക്ക് അതിനെ കിടത്താൻ പറ്റും. ഇനി നമ്മൾ കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വർക്ക് ചെയ്യുമ്പോഴോ ബൈ ചാൻസ് ഒരാൾക്ക് അവരുടെ വസ്ത്രത്തിൽ തീ പിടിക്കാമെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ളൊരു കണ്ടീഷനിൽ ഒരിക്കലും അവിടെ ഓടാൻ അനുവദിക്കരുത്. ഓടിക്കഴിഞ്ഞാൽ എന്താ പറയുന്നത് നമുക്കറിയാലോ.
ഫയർ കൂടുതൽ വേസ്റ്റ് ആവും. ഈ ഫയർ ബ്ലാങ്കറ്റ് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ബാക്ക് സൈഡിൽ കൂടി കൊണ്ടുവന്ന് കവർ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് നമ്മൾ ആളെ സ്റ്റോപ്പ് ചെയ്യുക, ഡ്രോപ്പ് ചെയ്യുക, റോൾ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫയർ ബ്ലാങ്കറ്റിൻ്റെ മറ്റുള്ള ഉപകാരം, നമ്മൾ തീ കണ്ടമാനമുള്ള സ്ഥലത്ത് എന്തെങ്കിലും നമ്മൾ വർക്ക് ചെയ്യണോ അങ്ങനെയുള്ളൊരു ആവശ്യമുണ്ടെങ്കിൽ ഫയർ ബ്ലാങ്കറ്റ് ഒന്ന് കവർ ചെയ്തിട്ട് നമുക്ക് ചെറുതായിട്ട് വേണമെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കിട്ടും. അപ്പോൾ ഇങ്ങനെ പല പ്രയോജനങ്ങളാണ് ഫയർ ബ്ലാങ്കറ്റ് കൊണ്ടുള്ളത്. ഇതിൻ്റെ അനദർ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് അത്ര വലിയ കോസ്റ്റ്ലി എക്യുപ്മെൻ്റ് അല്ല. ഇപ്പോൾ നമ്മൾ ഈ ഫയർ എക്സ്റ്റിങ്ക്വിഷറൊക്കെ വയ്ക്കുമ്പോൾ അത് വളരെ കോസ്റ്റ്ലിയാണ്. പിന്നെ അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇൻസ്പെക്ഷനും ചെക്കിങ്ങൊക്കെ നടത്തണം. ഇത് അതേ സമയത്ത് ഒരു പ്രാവശ്യം വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് സാധാരണ ഇതിൽ എക്സ്പയറി ഡേറ്റ് ഇല്ല. നമുക്ക് ലൈഫ് ലോങ് വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. വേറെ രണ്ടാമത് റീയൂസിന് അഡ്വൈസബിൾ അല്ല, പക്ഷെ നോക്കി നല്ല കണ്ടീഷനാണെങ്കിൽ മാത്രം ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നമുക്കത് ഇപ്പോൾ റീപ്ലേസ് ചെയ്യേണ്ട ഒരു പീരിയോഡിക്കലി ഫയർ എക്സ്റ്റിങ്ക്വിഷർ വന്ന് ചെക്ക് ചെയ്ത് ഇൻസ്പെക്ട് ചെയ്യണം, അതേ രീതിയിൽ ഉള്ള ആവശ്യമില്ല. അപ്പോൾ ഇതാണ് ഫയർ ബ്ലാങ്കറ്റിനെ പറ്റി ഒരു ചെറിയ ഐഡിയ. വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെൻ്റാണ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല ചെറിയ ഫാക്ടറിയിലും അല്ലെങ്കിൽ വർക്ക്ഷോപ്പിലോ ഒരുപാട് നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഫയർ ബക്കറ്റാണ്. ഫയർ ബക്കറ്റും സാധാരണ ബക്കറ്റും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫയർ ബക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബോട്ടം റൗണ്ട് ഷേപ്പായിരിക്കും, ഒരു കോണിക്കൽ ഷേപ്പ്. ഒരു കാരണവശാലും നമുക്ക് നിലത്ത് വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അതേസമയത്ത് നമ്മുടെ മറ്റുള്ള ബക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നിലത്ത് വയ്ക്കാം. ഇത് പർപ്പസിൽ അതിനായിട്ട് ഉണ്ടാക്കണം. അപ്പോൾ ഒരു പ്രത്യേക സ്റ്റാൻഡ് ഉണ്ടായിരിക്കും. ഈ സ്റ്റാൻഡിൽ രണ്ടോ മൂന്നോ ഫയർ ബക്കറ്റുകൾ നമ്മൾ തൂക്കിയിടും. ഫയർ എവിടെയാണ് വരാൻ ചാൻസസ് ഉള്ള കൂടുതൽ ഏരിയ അവിടെ ഫയർ ബക്കറ്റ് വയ്ക്കുക. അതിൽ ചിലയിടത്ത് നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും, ചിലതിൽ നമുക്ക് സാൻഡ് വയ്ക്കാൻ പറ്റും, സാൻഡ് ഇട്ടിട്ടുണ്ടായിരിക്കും. സിമ്പിളായിട്ട് നേരത്തെ ഫയർ ഫൈറ്റിങ്ങിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു എക്യുപ്മെൻ്റാണ്. ഇപ്പോഴും ഉപയോഗിക്കേണ്ട പല സ്ഥലത്തും. ഒരു കോസ്റ്റ് കുറവാണ്. അങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഫയർ ബക്കറ്റ്. അത് റെഡ് കളറായിരിക്കും, ഫയറിന് റെഡ് വൈറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും. അത് നമുക്ക് ഈസി ആയിട്ട് തൂക്കിയെടുത്ത് മറ്റേ ബാക്ക് സൈഡിൽ ഒരു ഹാൻഡിലും കാണും, വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഇതിലല്ല, ഇത് പീരിയോഡിക്കലി നമ്മൾ വെള്ളം ചെക്ക് ചെയ്യണം, അതുപോലെ സാൻഡൊക്കെ ചെക്ക് ചെയ്യണം. ഇതിൽ ഏറ്റവും ബെസ്റ്റ് ഫയർ ബക്കറ്റിനേക്കാൾ നല്ല ഫയർ എക്സ്റ്റിങ്ക്വിഷർ തന്നെയാണ്. പക്ഷേ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നു, ഇപ്പോഴും പല സ്ഥലത്തും ഉപയോഗിക്കുന്നുണ്ട്. ചെറിയ ഫയറിന് വേണ്ടിയിട്ടും സാധാരണക്കാർക്ക് ഫയർ കിടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണ എക്യുപ്മെൻ്റാണ് ഈ പറഞ്ഞ ഫയർ ബക്കറ്റ്. പല ഇൻഡസ്ട്രീസിലും ഉണ്ട്, പല ചെറിയ വർക്ക്ഷോപ്പിലും ഒക്കെ ഉണ്ട്. ഇനി അടുത്ത ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഫയർ റീലാണ്, ഫയർ ഹോസ് ഇത് മിക്കവാറും എല്ലാം മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിലും അതുപോലെയുള്ള സാധാരണ ബിൽഡിങ്ങിലും ഒക്കെ ഇപ്പോൾ ഒരു മാൻഡറ്ററി റിക്വയർമെൻ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാട്ടർ എക്സ്റ്റിങ്ക്വിഷേഴ്സിൽ അതിന് മാക്സിമം 9 liters വാട്ടർ കിട്ടുള്ളൂ. ഈ ഫയർ ഹോസ് റീലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു പ്രഷറൈസ്ഡ് വാട്ടർ, ഒരു ടാങ്ക് എന്തെങ്കിലും ഉണ്ടായിരിക്കും, അതിനകത്തൊരു മെയിൻ ആയിട്ടുള്ള ഒരു പൈപ്പ് ഉണ്ടായിരിക്കും. ആ പൈപ്പിന് ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും. നല്ല റബ്ബറൈസ്ഡ് ആയിട്ടുള്ള ഒരു ട്യൂബ്, ഒരു 35 meter റൗണ്ട് ഉള്ളതായിരിക്കും. നമുക്കിപ്പോൾ ഫയർ വരികയാണെങ്കിൽ അതിന് ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാൽവുണ്ട്, ആ വാൽവ് ഓപ്പൺ ചെയ്ത് ഹോസ് റീൽ സാധാരണക്കാർക്ക് നീട്ടത്തിൽ കൊണ്ടുപോകാം. ഒരു 30-35 meter വരെ നീട്ടത്തിൽ കൊണ്ടുപോയി എവിടെയാണ് ഫയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമുക്ക് വളരെ ഈസി ആയിട്ട് കടത്താൻ പറ്റും. കാരണം ഞാൻ പറഞ്ഞില്ല, ഫയർ ബക്കറ്റിൽ എന്ന് പറഞ്ഞാൽ ഒരു മാക്സിമം ഫയർ വാട്ടർ എക്സ്റ്റിങ്ക്വിഷറിൽ അതുപോലെ ഫയർ ബക്കറ്റിലൊക്കെ ലിമിറ്റേഷൻ ഉണ്ട്. വാട്ടർ നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി കിട്ടില്ല. ഇതിൽ കുറച്ചും കൂടി കൂടുതൽ ക്വാണ്ടിറ്റി കിട്ടും. മാത്രമല്ല ഈ പൈപ്പ് ലൈനിൽ കൂടുതൽ പ്രഷർ ഉള്ളത് കൊണ്ട് നമുക്ക് നല്ല പ്രഷറോട് കൂടി തന്നെ ഫയർ ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഫയർ വേഗത്തിൽ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റും. ഇത് സാധാരണ ബിൽഡിങ്ങിലും മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിലൊക്കെ നമുക്ക് പല സ്ഥലത്തും കാണാൻ പറ്റും. ഇതിപ്പോൾ ഒരു മാൻഡറ്ററി റിക്വയർമെൻ്റ് ആയിട്ടാണ് പല രീതിയിലും വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ കൂടുതലും ഇങ്ങനെ പറഞ്ഞ് നീട്ടണില്ല. ഇതുപോലെ ഇനി ഒരുപാട് സംഗതികൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ ഇപ്പം ഞാൻ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് പിന്നെ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്യാം. നമ്മൾ പോർട്ടബിൾ ഫയർ എക്സ്റ്റിങ്ക്വിഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫസ്റ്റ് എയ്ഡ് ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെൻ്റ് ആണ്. അതിൻ്റെ ഇതെല്ലാം നമ്മൾ പഠിച്ചിരുന്നു. ഇത് കൂടാതെ തന്നെ പല ബിൽഡിങ്ങിലും നമുക്ക് ഫയർ കിടത്താനുള്ള സംവിധാനങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ ഫയർ ബ്ലാങ്കറ്റ്. അതിൻ്റെ ഉപയോഗം വളരെ നമുക്ക് എസെൻഷ്യലായിട്ടുണ്ട്.
പല എമർജൻസി കണ്ടീഷനിലൊക്കെ ഈവൻ ആൾക്കാരുടെ ജീവൻ വരെ നമുക്ക് രക്ഷിക്കാൻ പറ്റും. ഇനി ഇൻ കേസ് ഈ ഫയർ ബ്ലാങ്കറ്റ് ഇല്ല എന്ന് വിചാരിക്കാം, അപ്പോഴും നമുക്ക് എമർജൻസി കണ്ടീഷനിൽ നല്ല ഒരു തിക്കായിട്ടുള്ള എന്തെങ്കിലും കമ്പിളി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നനച്ച് പിഴിഞ്ഞിട്ട് അത് നമുക്ക് ഫയറിന് വേണ്ടി കൊണ്ടുവന്നിടാം. എമർജൻസി കണ്ടീഷൻ ഇതില്ലെങ്കിലും അങ്ങനെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞ ഫയർ ബക്കറ്റാണ്. ഫയർ ബക്കറ്റ് ഒരു പ്രത്യേക സ്റ്റാൻഡിലാണ് നിർത്തണത്. സാധാരണ ബക്കറ്റ് പോലെയല്ല, അതിൻ്റെ റൗണ്ട് ഷേപ്പായിരുന്നു, അതിനകത്ത് വയ്ക്കാൻ പറ്റില്ല. അതിനകത്ത് വാട്ടറോ അതല്ലെങ്കിൽ പറഞ്ഞ സാൻഡും ഉണ്ടായിരിക്കും. അത് ഓരോ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് ഫയറിനെ ഫൈറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞിരുന്നത് ഫയർ ഹോസ്റ്ററിയിൽ ഇത് ഒരു പ്രഷറൈസ്ഡ് വാട്ടർ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഒരു റൗണ്ട് ആയിട്ടുള്ള ഹോസ്റ്ററിലേക്ക് കൂടി ഇത് ബിൽഡിങ്ങിലൊക്കെ സാധാരണ പല സ്ഥലത്തും ഈ സ്റ്റെയർ കേസിൻ്റെയൊക്കെ അടുക്കിൽ തന്നെയായിരിക്കും ഇത് വച്ചിരിക്കണം. ഇത് നമുക്ക് ഒരു 10-35 മീറ്റർ നീളത്തിൽ വരെ ഹോസ് നീട്ടിക്കൊണ്ട് പോകാം. എവിടെ ഫയർ വന്നു കഴിഞ്ഞാലും അത് നമുക്ക് കിടത്താൻ വളരെ ഈസി ആയിട്ട് പറ്റും. സാധാരണക്കാർക്ക് യൂസ് ചെയ്യാം, മറ്റേ ഫയർ ബ്രിഗേഡുകാർ വരണമെന്നില്ല. അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ ഈ 3 കാര്യത്തെപ്പറ്റിയും എനിക്കൊരു ചെറിയ ഐഡിയ കിട്ടിയിരിക്കണം വിചാരിക്കണം. ഏതായാലും ഞാൻ നീട്ടിക്കൊണ്ട് പോകില്ല. ഇന്നത്തെ വീഡിയോ തൽക്കാലം ഞാനിവിടെ നിർത്തട്ടെ. ഇനി വേറൊരു വീഡിയോയുമായി ഞാൻ അടുത്ത ക്ലാസ്സിൽ വരാം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു ദിവസം, നല്ലൊരു സേഫ്റ്റി, ഹാപ്പി ആൻഡ് ഹെൽത്തി ഡേ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, ഗുഡ് ബൈ. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ കൂടി നിർത്തുക. എല്ലാവർക്കും സുഖമായിട്ടിരിക്കട്ടെ, ഹാപ്പി ആയിരിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ് വിഷസ്. ഓക്കെ, ബൈ ബൈ.